എന്തായാലും ഓരോ മലയാളിയുടെയും സ്വപ്നങ്ങളിൽ 500 രൂപയുടെ ആ ലോട്ടറി ടിക്കറ്റിന് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്, ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. നമ്മൾ മലയാളികൾ ഓരോ വർഷവും കാത്തിരിക്കുന്നത്, എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം ടിക്കറ്റ് എടുക്കുന്നതുമൊക്കെ നമ്മുടെ ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയാണ്. എന്നിട്ട് അതിന്റെ നറുക്കെടുപ്പിനായിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പുണ്ട്. പരസ്പരമുള്ള ചർച്ചകളും സംവാദങ്ങളും, എനിക്കായിരിക്കുമോ അടിക്കുന്നത്, നിനക്കായിരിക്കുമോ അടിക്കുന്നത്, അതിനെ തുടർന്നുള്ള ബെറ്റുകളും ഒക്കെ ആയിട്ട് ഒരു വർഷം ത്തോളം നമ്മൾ കാത്തിരുന്ന, ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചേർത്ത് വെക്കുന്നതാണ് എപ്പോഴും തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി എന്ന് പറയുന്നത്. എന്തായാലും ആ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി, ആ ഭാഗ്യവാൻ ആരാണ് എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ പോലും TH 5772825 577 പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റിനാണ് ഇത്തവണ ഓണം ബമ്പർ 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഭാഗ്യവാൻ ആരാണ് എന്നതാണ് നമുക്കിനി കണ്ടെത്തേണ്ടത്. അതിനായി കാത്തിരിക്കുകയാണ് കേരളം, ഭാഗ്യവാനെ തേടിക്കൊണ്ടിരിക്കുകയാണ് കേരളം. നമ്മുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രാഥമികമായ വിവരം ഇത്രമാത്രമാണ്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിലെ ഏജന്റ് തങ്കരാജ് പാലക്കാട് ഓഫീസിൽ പോയി എടുത്ത ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം നെട്ടൂരിലുള്ള ഒരു ലോട്ടറി കടയിലാണ്, ഏജന്റിനാണ് ഈ ടിക്കറ്റ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നെട്ടൂരിലുള്ള ആരെങ്കിലുമാണോ ഈ ഭാഗ്യശാലി? എറണാകുളം ജില്ലയിലുള്ള ആരെങ്കിലുമാണോ? അതോ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണോ? ഇനി അതുമല്ല, നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് എത്തി നമ്മുടെ ഭാഗ്യക്കുറി എടുക്കാറുണ്ട്, തിരുവോണം ബമ്പർ എടുക്കാറുണ്ട്. ഇത്ര വലിയ സമ്മാനത്തുക തന്നെയാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണോ ആ ഭാഗ്യശാലി എന്നതിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ നമുക്ക് ആ ഭാഗ്യശാലിയെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ടിക്കറ്റ് അടിച്ച ആൾക്ക് അറിവുണ്ടായിരിക്കും, ബോധ്യമുണ്ടായിരിക്കും തനിക്കാണ് ടിക്കറ്റ് അടിച്ചിട്ടുള്ളത്, ആ 25 കോടി അടിച്ചിട്ടുള്ളത് എന്നുള്ളത്. പക്ഷേ പുറത്തേക്ക് എത്തി തനിക്കാണ് അടിച്ചത് എന്നുള്ളത് പറയാൻ ചിലപ്പോഴെങ്കിലും പലരും വൈമനസ്യം കാട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഭാഗ്യശാലി താനാണ് ആ ഭാഗ്യവാൻ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും ഒളിച്ചിരിക്കുകയാണോ എന്നുള്ളതും നമുക്ക് മുന്നിലുള്ള കൗതുകമാണ്. എന്തായാലും ഒരുപക്ഷെ ഇന്ന് മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് ആ ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിയും, ഭാഗ്യശാലി ആരാണ് എന്ന് അറിയാൻ കഴിയും. കേരളത്തിലുള്ള ആളാണോ, നെട്ടൂരിലുള്ള ആളാണോ എന്നെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാവരും ആ ഭാഗ്യശാലിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സീരീസിൽ വിറ്റ ടിക്കറ്റിനാണ് എന്തായാലും തിരുവോണം ബമ്പർ 2025 അടിച്ചിട്ടുള്ളത്. 25 കോടിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ലോട്ടറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന തുക 25 കോടി അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ നെട്ടൂരിലെ ആ ഒരു ലോട്ടറി കടയിലുണ്ട്. നമുക്ക് ആജ്ഞയിലേക്ക് പോകാം. എന്തായാലും ലോട്ടറി വിറ്റ ഏജൻസി, അതായത് ഭഗവതി ഏജൻസിയിലെ ഒരു ഇവിടുത്തെ ഒരു ഹോൾസെയിൽ ഡീലറാണ്. ഇവിടെ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള ടിക്കറ്റ് ലഭിച്ചിട്ടുള്ളത്. 800 ടിക്കറ്റ് എടുത്തിട്ടുള്ള രതീഷ് എന്ന് പറയുന്ന ഏജന്റിന്റെ കയ്യിലാണ്. ഏജന്റിനെ കണ്ടെത്താനുള്ള തിരക്കുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കണ്ടെത്തിയോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഒരു സെക്കൻഡ്. ആര്യ, രതീഷ് നെട്ടൂരുള്ള ആളിനാണ് ഇപ്പൊ അടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് 1 കോടിയും രതീഷിനാണ് അടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനാണ് 800 ടിക്കറ്റാണ് ലതീഷ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. നമ്മളെ സബ് ഏജന്റാണ്. പല തവണയായിട്ടാണോ രതീഷ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്? ഒറ്റ എടുത്തിട്ടുള്ളത്. കൂടുതൽ മാനേജർ പറയും. പാലക്കാട് സീരീസ് നമ്മളൊക്കെ കേരളത്തിലെ മൊത്തം 5,10,000 പരം ടിക്കറ്റാണ് നമ്മള് ഭഗവതി ഏജൻസി വഴി ഇപ്പൊ വിതരണം നടത്തിയിട്ടുള്ളത്. അതിൽ നിന്നും പാലക്കാട് നിന്നും നമ്മൾ കളക്ട് ചെയ്ത ടിക്കറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. ആൾറെഡി വിവരം ലതീഷ് അതിൽ കാണുന്നുണ്ട്. നെട്ടൂര് അദ്ദേഹത്തിന്റെ കടയിൽ ഇപ്പം ഉണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും, വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു മാസത്തിന് മുമ്പ് 1 കോടി ലതീഷിനാണ് ലഭിച്ചിട്ടുള്ളത്.
ഓണം ബമ്പർ അല്ലാതെ അടുത്ത് കുറെ ആയിട്ട് ഇപ്പൊ ഇവിടുന്ന് പോകുന്ന ടിക്കറ്റിന് പ്രൈസ് വരുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പാലാരിവട്ടത്ത് 1 കോടി രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ഇപ്പൊ തന്നെ 50 ലക്ഷവും ഇവിടെ തന്നെ അടിച്ചു. ഇന്നത്തെ സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള 50 ലക്ഷവും തേർഡായിട്ടുള്ള 50 ലക്ഷം കാളിരാജിന്. കഴിഞ്ഞ കൊല്ലവും ഈ കാളിരാജിന് 50 ലക്ഷം അടിച്ചിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും അടിച്ചിട്ടുണ്ട്. ഇവിടെയാണ്. ചേട്ടാ 800 ടിക്കറ്റ് എന്ന് പറയുന്ന ഒറ്റയടിക്ക് എടുത്ത ടിക്കറ്റ് അല്ലല്ല, പുള്ളി ഞങ്ങള് 14 ജില്ലകളിലെയും ടിക്കറ്റ് ഭഗവതി ലോട്ടറി എടുത്തിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തിന് പുറത്ത് ടിക്കറ്റ് ഈ വർഷം ഞങ്ങൾ കേരള ഭാഗ്യക്കുറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ ഏകദേശം 32ഓളം ഷോപ്പുകളുണ്ട്. ഈ ഷോപ്പുകളിൽ എല്ലായിടത്തുമാണ് വിതരണം ചെയ്യുന്നത്. അതില് ഇവിടെ വിതരണം ചെയ്ത് ആ ഡേറ്റ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അതൊരു എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ അങ്ങേ ആഴ്ച കിട്ടിയ ടിക്കറ്റാണത്. എക്സ്റ്റെൻഡ് ചെയ്ത സമയത്തല്ല. അല്ലല്ല, നേരത്തെ തന്നെ പോയതാണ്. നേരത്തെ പോയത്. മാത്രമല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ നിരവധിയായിട്ട് ടിക്കറ്റുകൾ പ്രൈസ് വരുന്ന ഒരു ഏജൻസി കൂടിയാണല്ലോ. അങ്ങനത്തെ ആദ്യത്തെ നമ്മള് കേരള ഭാഗ്യക്കുറിയുടെ 25 കോടി ആദ്യത്തെ പ്രൈസ് അടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പഴവങ്ങാടി ഷോപ്പിലാണ്. അത് അനൂപ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർക്ക് അടിച്ചാണ്. അത് കഴിഞ്ഞ് 25 കോടി ഞങ്ങൾക്ക് രണ്ടാമതാണ് അടിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ബമ്പർ പ്രൈസ് ഓണം ബമ്പർ 20 കോടി നേരത്തെ അടിച്ചിട്ടുണ്ട്. ഇത് 8ാമത്തെ ബമ്പർ പ്രൈസാണ് ഭഗവതിക്ക് കിട്ടുന്നത്. പിന്നെ നോർമൽ ഡെയിലി ടിക്കറ്റുകൾ ഏകദേശം 300ഓളം ഫസ്റ്റ് പ്രൈസ് ഭഗവതി ലോട്ടറി. ഇത് ഞങ്ങളുടെ ബേസ് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഭഗവതി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടെ തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. ഈ കഴിഞ്ഞ വർഷം ഓണത്തിന് 2 സമ്മാനങ്ങൾ, വലിയ സമ്മാനങ്ങൾ 50 ലക്ഷത്തിന്റെ ഉണ്ടായിരുന്നു. അതില് ഒരു 50 ലക്ഷം അടിച്ച ആളിന് തന്നെയാണ് ഇത്തവണയും ആ ഏജന്റിന് വീണ്ടും അടിച്ചിട്ടുണ്ട്. രതീഷ് രണ്ടാമത്തെ തവണയാണ്. രതീഷിനെ കഴിഞ്ഞ 2 മാസം മുമ്പ് 1 കോടി അടിച്ചു. ഡെയിലി ടിക്കറ്റിനാണ് 1 കോടി അടിച്ച ആളിന് തന്നെയാണ് ഇപ്പൊ വീണ്ടും ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. ഈ 800 ടിക്കറ്റുകളല്ലാതെ മറ്റ് ഏതെങ്കിലും പ്രൈസുകൾ ഈ ഇതിൽ രതീഷിന്റേതല്ലാതെ മറ്റേതെങ്കിലും സീരീസിന്റെ പ്രൈസുകൾ ഇതിൽ വന്നിട്ടുണ്ടോ ഇപ്പോ? അതായത് 800 ടിക്കറ്റിലെ വിട്ട ടിക്കറ്റ് ആണല്ലോ 1ാം സമ്മാനം. അതല്ലാതെ മറ്റ് സീരീസിലുള്ള ഏതെങ്കിലും പ്രൈസുകളും കൂടി ഇപ്പൊ ഇവിടെ 50 ലക്ഷം കൂടി ഞങ്ങൾക്ക് അടിച്ചു. 3ാം സമ്മാനം 50 ലക്ഷം. അതും കഴിഞ്ഞ വർഷം 50 ലക്ഷം അടിച്ച ആളിന് തന്നെയാണ്. കാളിരാജ് എന്നാണ് പേര്. പുള്ളി വൈകില ജംഗ്ഷൻ. അല്ലാതെ വിട്ട ആളെ ഭാഗ്യവാനെ കണ്ടെത്താൻ പാടാണ്. കാരണം ഇപ്പൊ ആരും പറയുമെന്ന് തോന്നുന്നില്ല. കാരണം അത് അനൂപിന്റെ ഈ ആദ്യത്തെ 25 കോടി അടിച്ച എടുത്തു. ആ അനൂപിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാർ ആരും പറയാൻ സാധ്യതയില്ല. കാരണം ഇവിടെ പറയണം. നെട്ടൂരിലെ സബ് ഏജന്റായ ലതീഷ് വിറ്റ ടിക്കറ്റിനാണ് 25 കോടിയുടെ ആ ഭാഗ്യ സമ്മാനം അടിച്ചിരിക്കുന്നത്. യെസ് ആജ്ഞ തുടർന്നോളൂ. ആരിസ് പറഞ്ഞു എന്ന് തന്നെയാണ്. അതായത് ഇവിടുത്തെ വൈറ്റിലയിലെ ഭഗവതിയുടെ വൈറ്റില ഏജൻസിയാണ് നെട്ടൂരിലെ സ്വദേശിയായ രതീഷ് എടുത്തിട്ടുള്ള 800 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ അതായത് 2.5 കോടിയാണ് ഏജന്റിന് കമ്മീഷൻ ഇനത്തിൽ പോകുന്നത്. നേരത്തെ രതീഷിന് 1 കോടി രൂപയും നേരത്തെ പ്രൈസ് മണിയായിട്ട് അടിച്ചിട്ടുണ്ട്. അതായത് രതീഷ് വിറ്റ് ടിക്കറ്റിന് അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 800 ടിക്കറ്റാണ് രതീഷ് പലതവണയായിട്ട് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റിന് മുൻപേ തന്നെ വിറ്റുപോയ ടിക്കറ്റാണ്. അതായത്